എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ കൊച്ചുവിൻ്റെ അച്ഛൻ ജോലിക്കൊക്കെ പോയി വിളക്കൊക്കെ വെച്ചിട്ടാട്ടെ എന്നും കടയിൽ പോവുക. അപ്പം ഞാൻ കടയിലൊക്കെ പോയതിന് ശേഷമാണ് വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയത്. അപ്പോൾ കൊച്ചു എഴുന്നേറ്റിട്ടില്ല. അവനൊരു 10 മണിയൊക്കെ ആവണോട് കൂടിയിട്ടാണ് ഞാൻ എഴുന്നേൽപ്പിക്കുള്ളൂ. സ്കൂളിലൊന്നും പോകണ്ടല്ലോ, അപ്പോൾ ഉറങ്ങിക്കോട്ടെ വിചാരിക്കും. അപ്പോൾ അതിനിടയിൽ അച്ചാച്ചൻ വിളിക്കും. എൻ്റെ അച്ഛൻ അച്ചാച്ചൻ 10 മണിക്ക് ആകുമ്പോഴേക്കും ഒന്ന് വിളിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു 5-6 തവണ വിളിക്കും. അവൻ അങ്കടായിട്ടോ അച്ചാച്ചൻ ഇങ്കടായിട്ടൊക്കെ. അതുപോലെ തന്നെയാണ് ബിന്ദേച്ചിയുടെ വിളിയും. ബിന്ദേച്ചി എന്ന് വെച്ചാൽ എൻ്റെ അമ്മയാണ് കേട്ടോ. അവൻ ചെറുപ്പം മുതലേ ബിന്ദേച്ചി എന്ന് വിളിക്കുന്ന കാരണം അമ്മമ്മ എന്ന് പറയില്ല, ബിന്ദേച്ചി എന്നാണ് പറയുക. ബിന്ദേച്ചി പിന്നെ ഒരു 10 തവണയെങ്കിലും ചുരുങ്ങിയത് വിളിക്കും ഞങ്ങൾ. ഇത് കൊച്ചിൻ്റെ വീൽ ചെയറാണ് കേട്ടോ. അതിപ്പം അകത്തൊന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. പുറത്തേക്കൊക്കെ പോകുമ്പോൾ മാത്രമാണ് വീൽ ചെയറിൻ്റെ ആവശ്യമുള്ള. അകത്തൊക്കെ ഞങ്ങൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്യും. ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ. ഇത് ഈ സ്റ്റാൻഡുമ്പോൾ ഞാൻ തോർത്ത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അതുമ്പോൾ വലിച്ചു വാരി ഇടും. അങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതിൽ എന്തുവിടാൻ തോന്നുമല്ലോ. അപ്പോൾ അങ്ങനെയാണ്. ചിലപ്പോൾ ഞാൻ അതൊക്കെ നന്നായി ഒതുക്കിയൊക്കെ വയ്ക്കും. ഇനി ഇടില്ല എന്ന് വിചാരിക്കും, പിന്നെയും കൊണ്ടുപോയിടും. ബാത്റൂം അപ്പോൾ കൊച്ചോടെ കിടന്ന് ഉറങ്ങട്ടെ. അപ്പം ഞാൻ ഇതൊക്കെ ഇതിനിടയിൽ തുടയും പരിപാടികളൊക്കെ രാവിലെ തന്നെ കഴിയൂട്ടാ. വിളക്ക് വെച്ച് പോണേക്കാൻ മുമ്പ് തന്നെ ഞാൻ തുടയ്ക്കും. മിറ്റടി തുടയൊക്കെ രാവിലത്തെ പണിയാണ്. എന്നിട്ട് പിന്നെ ഒരു ചായ കുടിച്ച് കുറച്ച് നേരമൊക്കെ ഒന്ന് ഇങ്ങനെ ഇരിക്കും. ഇപ്പം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കണോ വോട്ട് ചെയ്യാൻ പോകേണ്ട കാര്യമാട്ടാ. ഞാൻ ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാൻ പോണത്. അപ്പം നിങ്ങൾ വിചാരിക്കും എൻ്റെ 18 വയസ്സായിട്ടുള്ളൂ എന്ന്. അല്ല കേട്ടോ, എനിക്ക് 30 വയസ്സാവാനാണ് പോണേ. ഈ മാസം 30 വയസ്സാവും. പക്ഷേ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യാൻ പോവുക. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ രാവിലെ ചപ്പാത്തി ആട്ടോ ഒന്ന്. അപ്പോൾ ചപ്പാത്തി ഇന്നലത്തെ ചിക്കൻ കറിയുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല. സാവകാശം വന്ന് ചപ്പാത്തിയൊക്കെ ചുട്ട് അച്ചാച്ചന് ചായയൊക്കെ കൊടുത്തു. അച്ചാച്ചൻ എന്ന് പറയുന്നത് ഹസ്ബൻഡിൻ്റെ അച്ഛനാണ്. കൊച്ചച്ചാച്ചൻ എന്ന് വിളിക്കുന്നതിനോട് ഞാനും കുട്ടച്ചാച്ചൻ തന്നെയാണ് പറയുക. അപ്പം അതാണ് അച്ഛനും വീട്ടിലുണ്ട് കേട്ടോ. അപ്പം അതിങ്ങനെ ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ അടുക്കളയിൽ പണിയപ്പം ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു. ഇത് റേഷൻ അരിയാണ് കേട്ടോ ഇപ്പോൾ വയ്ക്കുക. അത് ഈ പാത്രത്തിൽ വയ്ക്കുക. നല്ല അരി ആണെങ്കിൽ ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കും. അടുപ്പുണ്ട്, കത്തിക്കാറില്ല. വിറകുമില്ല. വിറകുണ്ടായിരുന്നു, അതൊക്കെ അടുത്ത വീട്ടിലെ ചേച്ചിക്കൊക്കെ കൊടുത്തു. അപ്പം പിന്നെ ഫ്രീസറിൽ കുറച്ച് ചിക്കൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വെള്ളമൊക്കെ വെച്ചിട്ടു. അപ്പം ചിക്കൻ കറിയോ ചിക്കൻ വെച്ച് എന്തെങ്കിലും ചെയ്യാം, മീനൊന്നും മേടിക്കണ്ടെന്നുള്ളൊരു ഉദ്ദേശത്തിൽ അതൊക്കെ വെള്ളം ഒഴിച്ചിട്ടു. പിന്നെ ഇനി കൊച്ചു കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് എൻ്റെ ചായ കുടി കഴിഞ്ഞാൽ ഞാൻ അവനെ എഴുന്നേൽപ്പിക്കാൻ പോയ പിന്നെ അവൻ്റെ കാര്യങ്ങളാണ് ചെയ്യാനുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിലേക്ക് വരുള്ളൂ. അപ്പം ഇന്ന് ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ രാവിലത്തെ. അപ്പോൾ താങ്ക് യു.